എന്തിയേ? അവൻ മോൻ്റെ വീട്ടിലോട്ട് കളിക്കാൻ വന്നിട്ടുണ്ടല്ലോ. മോനെ, അവൻ ഇന്നലെ മോനെ സ്കൂളിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോനെ? അതെ, ഇന്നലെ ഞാൻ സ്കൂൾ ഫീസ് അടച്ചില്ലെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തിക്കുമായിരുന്നു. ടീച്ചറാണെങ്കിൽ അവനെ എന്തൊക്കെയോ പറഞ്ഞു എല്ലാവരുടെയും മുന്നേ വെച്ച്. അതാണോ സ്കൂള് മാറണമെന്ന് പറഞ്ഞേ? ഞാൻ പോവാണേ. എന്നാ ശരി. എല്ലാവരുടെയും മുന്നേ വെച്ച് അവനെ എഴുന്നേപ്പിച്ച് നിർത്തിയപ്പോൾ അവന് വിഷമമായി പോയി കാണും. എന്നാ അത് അവൻ എന്നോട് പറയണ്ടേ? നീ അവനെ പഠിപ്പിക്കുന്ന കഷ്ടപ്പാടൊക്കെ അവനറിയാമല്ലോ, അതുകൊണ്ടായിരിക്കും അവൻ നിന്നോട് പറയാഞ്ഞത്. ആഹാ, ഇത്ര പിടി ഇത് കളി കഴിഞ്ഞ് വന്നോ? മോനിക്ക് വന്നേ. മോനെ ഫീസ് കൊടുക്കാതെ തന്നെ ക്ലാസ് എഴുന്നേപ്പിച്ച് നിർത്തിയ കാര്യം എന്തിനാ അച്ചാച്ചോട് പറയുന്നത്? അച്ചാച്ചി എല്ലാ മാസം കറക്റ്റ് ഫീസ് അടയ്ക്കുന്ന. ഈ മാസം അച്ചാച്ചി പണിയില്ലാതായി പോയിട്ടുണ്ടല്ലേ, അതിന് വേണ്ടി ഇപ്പോൾ സ്കൂളൊന്നും മാറാൻ പോകണ്ട കേട്ടോ. ഇനി മോനെ അച്ചാച്ചി കറക്റ്റ് ഫീസ് അടച്ചോളാം. അച്ചാച്ചിയുടെ സാഹചര്യം കൊണ്ടല്ലേ മോനെ. സാരമില്ല ചേച്ചി, ഫീസ് വേണ്ടാത്ത വേറെ സ്കൂളില്ലേ, ഞാൻ അവിടെ പഠിച്ചോളാം. മോൻ നല്ലപോലെ പഠിക്കാൻ വേണ്ടിയല്ലേ അച്ചാച്ചി അവിടെ ചേർത്തത്. എവിടെയാണെങ്കിലും നല്ലപോലെ പഠിച്ചാൽ പോരാ ചേച്ചി, ഞാൻ നല്ലപോലെ പഠിച്ചോളാം. മോൻ നല്ലപോലെ പഠിക്കുന്ന അച്ചാച്ചിക്ക് അറിയാമല്ലോ. മോനിനി ആ സ്കൂളിൽ പോകണ്ട കേട്ടോ. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്നെ വിളിച്ച് പറയണ്ടേ. എൻ്റെ നമ്പറെല്ലാം ടീച്ചേഴ്സിൻ്റെ കയ്യിലുള്ളതല്ലേ. കുഞ്ഞിനെ എഴുന്നേപ്പിച്ച് എഴുതി അവനെ മറ്റുള്ളവർ മുന്നിൽ നാണം കെടുത്തണം. കുട്ടികളുടെ മനസ്സാണ്. ഇത്തരം അനുഭവങ്ങൾ അവരുടെ മാനസിക നിലയും സ്വഭാവത്തെയും ബാധിച്ചേക്കാം, ചിലപ്പോൾ അവരുടെ ഭാവിയെയും. ഇത്തരം വിഷയങ്ങൾ കുട്ടികളോടല്ല, അവരുടെ മാതാപിതാക്കളോട് വേണം സംസാരിക്കാൻ. ഇല്ലെങ്കിൽ ഇത് അവരുടെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിപ്പാടായി കിടക്കും.